അപ്പോൾ ഇന്നലെ നടന്ന 10th ലെവൽ പ്രിലിമിനറി സ്റ്റേജ് 3 പരീക്ഷയുടെ ആൻസർ കീ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 072/2026 ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ബ്രിട്ടീഷുകാർ രാജ്മഹൽ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ഓപ്ഷൻ ഡി ആണ് ദാമിൻ കോഹ് ആണ്. ദാമിൻ കോഹ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സൗമൻ സെൻ. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. ഓപ്ഷൻ സി ആണ് കണ്ണൂർ. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. ഓപ്ഷൻ ബി EP രാജഗോപാലൻ. അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ. ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠ സ്വാമികൾ. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി ആണ് വാഗ്ഭടാനന്ദൻ. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഓപ്ഷൻ എ ആണ് ഡൗസൺ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശി അച്ചടിശാല. ഓപ്ഷൻ സി ആണ് സെന്റ് ജോസഫ് പ്രസ്. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ഓപ്ഷൻ സി ആണ് ധോളവീര. CE 1-ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. ഓപ്ഷൻ ബി ആണ് യൗദേയർ. സമ്പൂർണമായി സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഓപ്ഷൻ ബി ആണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? അപ്പോൾ ഇതിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ 1ഉം 3ഉം ആണ്. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരിയാണ്. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതാ ശൃംഖല. ഓപ്ഷൻ സി ആണ് സുവർണ ചതുഷ്കോണം. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കാവേരി നദിയിലാണ്. ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് രാജസ്ഥാൻ ബാഗർ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? പാകിസ്ഥാൻ, മാലിദ്വീപ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ ഇതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അഫ്ഗാനിസ്ഥാൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതുവാണ്. ഓപ്ഷൻ സി മൈക്ക. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഭംഗർ. ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ഓപ്ഷൻ സി ആണ് ഉത്തരാഖണ്ഡ്, ഹിമാലയം. താഴെ തന്നിരിക്കുന്നവയിൽ അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം? ഓപ്ഷൻ ബി ആണ് ആരവല്ലി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് അരുണ ആസഫ് അലി ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ഡി ആണ് 1913 നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? ഓപ്ഷൻ ഡി ആണ് സുഭാഷ് ചന്ദ്രബോസ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യത്തെ കലാപമേത്? ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപമാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ ബി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്തത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം? ഓപ്ഷൻ എ ആണ് മണിപ്പൂർ.
ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ് ആന്ധ്രാപ്രദേശ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ ബി ആണ് ബെൽഗാം സമ്മേളനം. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് സർദാർ വല്ലഭായി പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി ഏതാണ്? ഓപ്ഷൻ എ ആണ് സ്വരൺ സിംഗ് കമ്മിറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഗവർണറാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്? ഓപ്ഷൻ സി ആണ് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ബി ആണ് 2005. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഓപ്ഷൻ എ ആണ് മാഡം ഭിക്കാജി കാമയാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ഓപ്ഷൻ ഡി ജനുവരി 24, 1950. 1950 ജനുവരി 24 ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ഉത്തരവ് എന്താണ്? ഓപ്ഷൻ എ ആണ് കോ വാറന്റോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ ഡി ആണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ ബി ആണ് 86 ഭേദഗതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഒന്ന് മാത്രമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടാമത്തെ പ്രസ്താവനയാണ്. വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അപ്പോൾ 2 മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ? ഓപ്ഷൻ എ ആണ് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് പാമ്പാടും ചോല. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് KC ഏലമ്മ. വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധമായി. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൽ 1ഉം 2ഉം പ്രസ്താവനകൾ തെറ്റാണ്. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. 3 മാത്രം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് കായംകുളം കായലാണ്. 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായി നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി ആണ് നീണ്ടകരയിലാണ്. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാതയാണ്. കമ്പം ചുരം തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം, മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്?
ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിൻ്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ട. ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനം. ഓപ്ഷൻ സി ആണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ്. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ സി ആണ് അയ്യങ്കാളിയാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ബി ആണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യം. കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. 1, 3, 4 ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന. ഓപ്ഷൻ എ ആണ് സഹോദര പ്രസ്ഥാനം. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. ഓപ്ഷൻ ഡി ആണ് അസർബൈജാനാണ് 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവ്. ഓപ്ഷൻ സി ആണ് AK ഗോപാലൻ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വാഗൻ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് മലബാർ കലാപം. ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന കലാപമാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന. ഓപ്ഷൻ സി ആണ് വാല സമുദായ പരിഷ്കരണ സഭ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ഡി ആണ് ജീവകം സിയുടെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്. ഓപ്ഷൻ ബി ആണ് H5N1 ആണ്. H5N1. ഷിക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഓപ്ഷൻ എ ആണ് ഡിഫ്തീരിയ. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ഓപ്ഷൻ ബി ആണ് വെണ്ട. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം. ഓപ്ഷൻ എ ആണ് സൈലന്റ് വാലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് കൊൽക്കത്തയിലാണ്. റേച്ചൽ കാഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയം? ഓപ്ഷൻ എ ആണ് DDT. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ സ്പ്ലീൻ, തൈമസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നു. ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്നില്ല. രോഗപ്രതിരോധത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. ഇവയൊക്കെ ലിംഫ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. DNA-യിലുള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ് തൈമിനാണ്. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? ഓപ്ഷൻ സി ആണ് 4 ഡിഗ്രി സെൽഷ്യസ്. ഒരു ആറ്റത്തിൻ്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്ര? ഓപ്ഷൻ സി ആണ് 18 ആണ്. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകമേത്? ഓപ്ഷൻ ഡി ആണ് വസ്തുവിൻ്റെ നിറം. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലനകോണും തുല്യമാകുന്നത് എപ്പോൾ? ഓപ്ഷൻ എ ആണ് എപ്പോഴും തുല്യമാണ്. ഒരു കലോറി എത്ര ജൂളാണ്?
ഓപ്ഷൻ സി ആണ് 4.2 ജൂളാണ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏത്? ഓപ്ഷൻ ബി ആണ് ഊർജം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? ഓപ്ഷൻ എ ആണ് കൊബാൾട്ട് 60. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്സ് ക്യൂബ്. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ് എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏത്? ഓപ്ഷൻ ബി ആണ് ഹൈഡ്രജൻ ആണ്.